ഇന്നലെ രാത്രി ഇത് എല്ലാതും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കിടത്താലോ, രാവിലെ എൻ്റെ ഒന്നും നോക്കിയില്ലെങ്കിൽ അതൊരു മോശമല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ മീനെ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കണ്ടാവും. പക്ഷെ നമ്മൾ ബൗളിൽ രണ്ടെണ്ണത്തിന് ഇട്ടുണ്ടല്ലോ, അപ്പൊ അതിനൊന്ന് നോക്കിയിട്ടുണ്ട്. രണ്ടാളും ഇങ്ങനെ ഓടി കളിക്കണ്ടായിരുന്നേ. പക്ഷെ കൂടുതൽ നേരം ഇത് നോക്കി നിന്നാൽ ശരിയാവില്ല കേട്ടോ. വിൻചേട്ടന് കുറച്ച് നേരത്തെ പോണ കാരണം വേഗം ചായപ്പണിയിലേക്ക് കിടക്കണുണ്ടോ. അപ്പൊ നമ്മൾ സാമ്പാറും അതുപോലെ തന്നെ ദോശയായിട്ട് ഉണ്ടാക്കണത്. അപ്പൊ ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഇതേ വേഗം തട്ടിക്കൂട്ടി നമ്മുടെ സാമ്പാർ വെച്ചിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ദോശയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് ഉണ്ടാക്കിയ പാടെ തന്നെ വിൻചേട്ടൻ ഇതേ വേഗം കഴിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പോലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഇതേ നമുക്ക് സുധച്ചേച്ചി അപ്പുറത്തുനിന്ന് കുറേ കറിവേപ്പില പൊട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഞാൻ പൊട്ടിച്ചിട്ട് ഇതേ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കുകയാണ്. പിന്നെ പച്ചമുളകും ഉണ്ടായിരുന്നു, അതൊക്കെ ഇതേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു, സാമ്പാറും അതൊക്കെ വെച്ചതിന്റെ പാത്രങ്ങളാട്ടെ, ഞാൻ പരത്തിയ പാത്രങ്ങൾ തന്നെയാണ്. അപ്പൊ അതൊക്കെ ഇതേ വേഗം തന്നെ കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് കേട്ടോ, നമ്മുടെ ഇവിടെ മണി പ്ലാന്റ് ഞാൻ ഒരു ഗ്ലാസ്സിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാന്ന്. അതിൽ ചെറുതായി ഇങ്ങനെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഒരു പച്ച കളർ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇതേ നല്ലോണം ഒരു ബ്രഷ് ഇട്ട് കഴുകി പുതിയ വെള്ളമൊക്കെ നിറച്ച് നമ്മുടെ പെബിൾസ് ഒക്കെ ഇട്ടിട്ട് ഇതേ മണി പ്ലാന്റ് അതേപോലെ സെറ്റ് ചെയ്യാനായിട്ട് നോക്കണത്. കുറെ മുന്നേക്ക് എനിക്ക് ഇതുപോലത്തെ മണി പ്ലാന്റ് സെറ്റ് ചെയ്യണ ഭ്രാന്തായിരുന്നു കേട്ടോ. ഇപ്പൊ അതേ എനിക്ക് മീനിന്റെ ഭ്രാന്തായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചു. ആ ഒരു ബ്രഷ് ഉള്ള കാരണം ക്ലീൻ ആക്കാൻ സുഖാട്ടോ, കാരണം അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് നന്നായി നമുക്ക് വാഷ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നേ. അങ്ങനെ അതല്ലാതെ ഒതുക്കി വെച്ചതിന് ശേഷം പിന്നെ എനിക്ക് കുറച്ച് കുപ്പികളിലൊക്കെ വെള്ളങ്ങളാക്കി വെക്കാണ്ടായിരുന്നു. ചൂട് കാരണം തണുത്ത വെള്ളം കുടിക്കൽ ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഫ്രിഡ്ജിലേക്കുള്ള വെള്ളമൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്റെ എപ്പോഴത്തെയുള്ള മെയിൻ പരിപാടി തന്നെ ആയിട്ട് അടിച്ചോരി തുടയ്ക്കുക. നമുക്ക് ഉച്ചത്തേക്കുള്ള ഫുഡൊന്നും ആയിട്ടില്ല കേട്ടോ, രാവിലത്തെ ചായപ്പണി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അടിച്ചോരലും തുടക്കലും അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ അങ്ങോട്ട് ചോറും കറിയൊക്കെ വെക്കാന്നുള്ളൊരു പ്ലാനിലാട്ടോ. അപ്പൊ ഇന്ന് എന്തായാലും നമ്മുടെ സോഫയൊക്കെ ഒന്ന് നീക്കി ആ ഒരു വിൻഡോന്റെ അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കാന്ന് വിചാരിച്ചു. ഇത് എപ്പോഴും ഇല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ആഴ്ചയിലൊന്നും അങ്ങനെ പൊടി തട്ടു കേട്ടോ. സോഫയൊക്കെ നീക്കി ജനലയുടെ അവിടെയൊക്കെ ഡീപ്പ് ക്ലീനിങ് ആഴ്ചയിലൊന്നും ഇല്ലേ. ഡീപ്പ് ക്ലീനിങ് ഒക്കെ ഇപ്പോൾ ഒരു മാസം കൂടുമ്പോഴൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ വീക്കിലി ഇതുപോലെ എനിക്ക് കൈ എത്തണോടെ ഇടയ്ക്കൊക്കെ ഞാൻ തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കി ഇടാറുണ്ട് കേട്ടോ. അപ്പൊ അതേ സോഫയുടെ അടിയിൽ നിന്ന് അത്യാവശ്യം നമ്മുടെ തേജുവിന്റെ ഓരോ കുഞ്ഞു ബോളുകൾ എറിഞ്ഞ് കളിച്ചിട്ട് തോന്നുന്നു കേട്ടോ. അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൊടിയും കരടൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി എടുത്ത് സോഫയുടെ കവറും കൂടി മാറ്റാന്ന് വെച്ചിട്ടാട്ടോ. അപ്പൊ സോഫയുടെ കവറൊക്കെ ഊരി എടുത്തിട്ടുണ്ടായിരുന്നു. പാട്ട് വെക്കാതെ എന്ത് പണിയെടുക്കല എനിക്ക് വീട്ടിൽ. അപ്പോൾ അതേ പാട്ടൊക്കെ വെച്ചിട്ട് ഇത് അടിച്ചോരലും തുടക്കലും തീർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗം കുളിച്ചു. ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കായിട്ടാ ചോറും കറിയൊക്കെ വെക്കുള്ളൂ. പക്ഷെ ചൂട് ആലോചിക്കുമ്പോൾ ഇപ്പൊക്ക് തോന്നു ടീച്ചർ എല്ലാം കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതിയായിരുന്നു എന്ന്. പക്ഷെ അങ്ങോട്ട് കുളിച്ചു കേട്ടോ, ആ ഉഷ്ണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ വിൻചേട്ടനാലെ വിളക്ക് കൊളുത്തിയത്, അതുകൊണ്ട് തന്നെ സാമ്പ്രാണി വിൻചേട്ടൻ കത്തിച്ച് വെക്കാറില്ല. അപ്പൊ എന്റെ കുളി കഴിഞ്ഞ സ്ഥിതിക്ക് ഞാനതൊന്ന് കത്തിച്ച് വെച്ചിട്ട് നല്ലൊരു പാട്ടൊക്കെ വെച്ച് ഇനി നമ്മുടെ തേജുവിനൊന്ന് എൻപ്പിക്കണം കേട്ടോ. തേജുവിനെ എൻപ്പിച്ച് അവന്റെ കാര്യങ്ങളും കൂടി കഴിഞ്ഞതിന് ശേഷം ഞാനിനി ചോറും കറിയൊക്കെ വെക്കുള്ളൂ കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.